ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വന്നത് പുതിയ നിസാൻ്റെ മാഗ്നറ്റ് കാറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ ഒരു SUV കോമ്പാക്ട് XUV നിസാൻ ഇറക്കുന്നത്. കുറേ കാലത്തിന് ശേഷം നിസാൻ സണ്ണി, നിസാൻ മൈക്ര എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിൽ കൂടുതൽ ഓളങ്ങൾ ഉണ്ടാക്കാനൊന്നും നിസാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2020 പുതിയ ഒരു കോമ്പാക്ട് XUV ആയിട്ടാണ് നിസാൻ മാഗ്നറ്റിനെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നിസാൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്താണ് ഇതിൽ കാര്യമായിട്ട് നമുക്കൊരു നിസാൻ എടുത്താൽ എന്താണ് ഉപകാരം, എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് എന്താ, ഒരു വണ്ടിനെ കൊണ്ട് നമുക്കുള്ള നീഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വണ്ടീൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാവരും ഒരുപാട് പേര് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പറയാത്ത കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് വണ്ടീൻ്റെ ഡിസൈനിലേക്ക് കടക്കാം. ആദ്യം തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബൈ പ്രൊജക്റ്റഡ് LED ലാമ്പുകളാണ് ഈ നിസാൻ മാഗ്നറ്റിന് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു അടിപൊളി ഗ്രില്ല് വരുന്നുണ്ട്. സൈഡിൽ കൂടെ ക്രോമിയം ചിപ്പിഡായിട്ട് ക്രോമിയം സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പുതിയ നിസാൻ്റെ ബാഡ്ജിങ് 2020 പുതിയ ലോഗോ ആണ് നിസാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ലോഗോ തന്നെ അടിപൊളി ഒരു വലിയ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്പർ ബോർഡ് അതിൻ്റെ പ്ലേറ്റിന് താഴെ ആയിട്ടാണ് നമ്പർ ബോർഡ് വരുന്നത്. അത് ഈ ഗ്രില്ല് മറയ്ക്കാതെ തന്നെ വേണമെന്നാണ് ഇന്ത്യയിലെ ഈ യുവാക്കളൊക്കെ ഇതിന് അഭിപ്രായപ്പെട്ടത് ഫസ്റ്റ് ലോഞ്ചിങ്ങിൽ. പിന്നെ അടിയിൽ ഒരു സ്കിറ്റ് പ്ലേറ്റ് ഉണ്ട്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഫോഗ് ലാമ്പ് കാണാം. അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ടയർ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇതിന് വരുന്നത്. 16 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. അതുപോലെ വലിയൊരു ടോപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിസാൻ്റെ ബാഡ്ജിങ് ടയറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സൈഡിൽ നിസാൻ്റെ മാഗ്നറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ സൈഡിൽ നമ്മുടെ മിറർ കൊടുത്തിട്ടുണ്ട്. മിററിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും അത് വരുന്നുണ്ട്. അതുപോലെ നിസാൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ബോഡിയിൽ കാണാം. അതും നന്നായി തന്നെ നിസാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഡോറ് തുറക്കുന്നത് പഴയ ഒരു ഡിസൈൻ മോഡൽ തന്നെയാണ്. പക്ഷേ ഫുൾ ഓപ്ഷനിൽ നമുക്ക് പ്രസ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. ഇത് നിസാൻ ബേസ് മോഡലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വിൻഡോസിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് നല്ല ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് ഈ കാറിന് കാണുന്നത്. അതേപോലെ വണ്ടീൻ്റെ സൈഡ് പ്രൊഫൈൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ചെറിയൊരു റൂഫ് റെയിലും സെൻറ്ററിൽ ഒരു ആൻറ്റിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്രോളിൻ്റെ ടാപ്പ് വരുന്നത് റൈറ്റ് സൈഡിൽ തന്നെയാണ്. ടെയിൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അടിപൊളി മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്, അതുപോലെ ടർബോൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വൈപ്പർ കാര്യങ്ങൾ, സ്പോയിലർ, അതുപോലെ ബ്രേക്ക് ലൈറ്റ് എന്നിവയൊക്കെ നല്ല ഡിസൈൻ തന്നെ ആണ്. പിന്നെ വണ്ടിയുടെ എക്സോസ്റ്റ് ഏറ്റവും അടിഭാഗത്തായിട്ടാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും ബാക്കിലൊരു സ്കിറ്റ് പ്ലേറ്റും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 ഇൻഡിക്കേറ്റർ ലൈറ്റുകളും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. അതിനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്ത് വരും. ജസ്റ്റ് മേലോട്ടാക്കാം. നല്ലൊരു വിശാലമായ ഒരു ബൂട്ട് സ്പേസ് തന്നെയുണ്ട്. ഒരു 300 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് ഇതിന്. അതുപോലെ നല്ലൊരു പാർസൽ ട്രേയും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നിസാൻ്റെ ബേസ് മോഡലാണ് വരുന്നത്. മാഗ്നറ്റിക് ബേസ് മോഡലാണ് ഇത്. 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ 2 ടൈപ്പിലാണ് ഇത് വണ്ടി നിസാൻ ഇറക്കുന്നത്. നാച്ചുറൽ പെട്രോൾ എഞ്ചിനും ടർബോ എഞ്ചിനും ആയിട്ടാണ് വരുന്നത്. മാക്സിമം BHP പറഞ്ഞാൽ 90 മാക്സിമം BHP വരുന്നത്. 5000 RPM-ലാണ് 90 BHP നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ 160 Nm ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. അത് 2500 to 3800 RPM-ലാണ് നമുക്ക് ആ ഒരു ടോർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ബോണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവർ ലൈൻ വരുന്നുണ്ട്. നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ്. അതുപോലെ ഒരു ബൾജിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിൻ്റെ ആ SUV കോമ്പാക്റ്റിനുള്ള അനുയോജ്യമായ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിനെക്കാട്ടും അപേക്ഷിച്ചിട്ട് നമ്മുടെ വണ്ടീൻ്റെ ബാക്ക് ഭാഗം തന്നെയാണ് ഒന്നുകൂടിയും ഉഷാറായിട്ടുള്ളത്.
ഓക്കെ, നമുക്ക് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ മെയിൻ തന്നെ നമുക്ക് ഓണാക്കുമ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് വണ്ടീൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പീഡ്, കിലോമീറ്റർ, പിന്നെ മൈലേജ്, പിന്നെ വണ്ടീൻ്റെ പെട്രോൾ കാര്യങ്ങൾ, സീറ്റ് ബെൽറ്റ്, എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ AC വെൻറ്റുകൾ വരുന്നത് ലംബോർഗിനിയുടെ ഒരു കാറുകളിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് AC വെൻറ്റുകൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് കാണുന്നത് ബേസ് മോഡലായതുകൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേ കാണുന്നത്. ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ ആൻഡ്രോയിഡ് പ്ലേ, ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇത് നിസാൻ മാഗ്നറ്റിലുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റിയത് സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ AC വെൻറ്റുകൾ കൺട്രോൾ ചെയ്യാനുള്ള നോബാണ് ഇത് കൊടുത്തത്. അതുപോലെ വണ്ടിയുടെ ക്ലൈമറ്റിൻ്റെ നോട്ടിഫിക്കേഷനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് വയർലെസ് ചാർജറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വണ്ടി ബേസ് മോഡലായതുകൊണ്ട് ഇതിൽ വയർലെസ് ചാർജർ ഇല്ല. അതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇവിടെ, ചെറുതായിട്ട് സെൻട്രലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടുണ്ട്. ഇത് 5 സ്പീഡ് മാനുവൽ കാറാണ് നമ്മുടെ ഈ നിസാൻ മാഗ്നറ്റ്. പിന്നെ അതേപോലെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ ബാക്കിലും ഒരു സ്പേസ് ഉണ്ട്. ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ ഡോർ പാഡിൽ ഒരു ബോട്ടിലൊക്കെ വെക്കാനുള്ള സെറ്റപ്പ്, ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം, എത്ര ബാക്കിൽ സ്പേസ് ഉണ്ടെന്നൊക്കെ. നല്ലൊരു ബാക്കിലൊരു 6 ഫീറ്റ് ഉള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പേസ് തന്നെ ഇതിൽ കാണുന്നത്. അതേപോലെ ഡോർ പാഡിൽ നമുക്ക് വെള്ളം സ്റ്റോറേജ് വെക്കാനുള്ളൊരു ഹോൾഡറുണ്ട്. അതേപോലെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഭാഗത്തേക്ക് നമുക്ക് കാണാനുള്ളത്. അതുപോലെ നമുക്കൊരു ഹെഡ് റൂമും നല്ലൊരു സ്പേസ് ഹെഡ് റൂമുണ്ട്. 6 ഫീറ്റ് ഇരിക്കുന്ന ആളുകൾക്കും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് വെക്കാനുള്ള ഹാംറെസ്റ്റും കപ്പ് ഹോൾഡേഴ്സും അടക്കം വരുന്നൊരു കാര്യങ്ങളും മാഗ്നറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 lakh മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ ടോപ്പ് എൻഡ് മോഡലിൻ്റെ റേറ്റ് വരുന്നത് 945 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. വണ്ടി ഓടിച്ച് നോക്കാം, വണ്ടീൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. വണ്ടി ഈ ഒരു റേറ്റിന് നല്ല ബേസ് മോഡൽ ഒരു 5 lakhനൊക്കെ നല്ലൊരു വേർത്താണ് ഈ വണ്ടി, ഒന്നും പറയാനില്ല. ഇനി നമുക്ക് വണ്ടീൻ്റെ ഓട്ടത്തിൽ എങ്ങനെയുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ നിന്ന് തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാം, സെൻസർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നമുക്ക് വണ്ടി എടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നല്ലൊരു നോയ്സ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് മാത്രമാണ് തോന്നുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ആ ഒരു അനുഭവം ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ ഇതിൽ ടേണിംഗ് റേഡിയസ് കൂടുതലാണ് വണ്ടിക്ക്. എന്തായാലും ടേണിംഗ് റേഡിയസ് ഒന്നും പറയാനില്ല. പിന്നെ വണ്ടിക്ക് ഓടിക്കുമ്പോൾ ഹാർനസ് ഒക്കെ ഒരുവിധം കുറവാണ് മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഗിയറിൻ്റെ ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. സിറ്റി ഡ്രൈവിന് ഏറ്റവും അനുയോജ്യമായ കാറാണ് ഇതെന്ന് നമുക്ക് എന്തുകൊണ്ടും പറയാം. പിന്നെ ആ ഒരു എമൗണ്ടിനും ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് കാറ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ല മികച്ച ഒരു റോഡ് പ്രസൻസ് തന്നെ അത് തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ മാഗ്നറ്റിൽ എനിക്ക് തോന്നിയത്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തുകൊണ്ടും ഈ ഒരു നിസാൻ മാഗ്നറ്റ് കാറ് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലും മികച്ചൊരു പെർഫോമൻസ് എന്തായാലും കാഴ്ചവെക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. അപ്പം അടുത്ത വീഡിയോയുമായും വീണ്ടും വരാം. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം. താങ്ക് യു.